ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ നിന്ന് തന്ത്രിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ഇന്നലെ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മെഡിക്കലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, നേരത്തെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. എന്താണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണം, മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ SITയെ സംബന്ധിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മാറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടത്. ചേരുന്നുണ്ട് അക്ഷയ. മെഡിക്കലിൽ പ്രശ്നം ഉണ്ടായിരുന്നോ, നേരത്തെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇപ്പൊ ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ളതൊക്കെ ലേറ്റ് ആവില്ലേ? ദേഹാസ്വാസ്ഥ്യം എന്താണ് തുടങ്ങിയത്, അതായത് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ എന്തായാലും തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം തന്ത്രിയെ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യം കാരണം ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തന്ത്രിയെ എത്തിച്ചിരിക്കുന്നു. എന്താണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അദ്ദേഹം പ്രതികരണമൊന്നും നടത്തിയില്ല. അല്പസമയം മുമ്പാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇപ്പോൾ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യ സംബന്ധമായി നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് അറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടാണോ എന്നൊക്കെയുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തന്ത്രിയെ മാറ്റിയിരിക്കുന്നു. SITക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്നതുണ്ട്. അത് വൈകാനത് കാരണമാവുമോ എന്നറിയേണ്ടതുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് SIT കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തന്ത്രി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ആരോഗ്യമായിട്ട് എന്താണ് സംഭവിച്ചത്, നിലവിലെ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ളതിനനുസരിച്ചായിരിക്കും ആശുപത്രിയിൽ തുടരുന്നതും SITയുടെ തുടർ നടപടികളിലും തീരുമാനമാവുക. ഇപ്പോൾ തന്ത്രിയെ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷയ വീണ്ടും ചേരുന്നുണ്ട്. അക്ഷയ, നേരത്തെ ചോദിച്ചിരുന്നത് ഈ ആരോഗ്യ സംബന്ധമായിട്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആശുപത്രിയിൽ തുടരാനുള്ള സാധ്യത എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ധന്യ, നിലവിൽ ഇപ്പോൾ തന്ത്രി ഇവിടെ എത്തിക്കുന്നതേ ഉള്ളൂ. അതിന് തന്ത്രി എത്തുന്നതിന് മുന്നേയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമാണ് നമ്മളിപ്പോൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ വ്യക്തമായിട്ടുള്ള ഒരു വിവരം നൽകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജയിലിൽ വെച്ച് തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇന്നലെ ഇവിടെ വെച്ച് തന്നെയാണ് തന്ത്രിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ വിവരം പുറത്തേക്ക് എത്തിയേനെ. അത്തരത്തിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പിന്നീട് രാത്രിയാണ് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് എത്തിക്കുന്നതും. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത നമുക്ക് ഇനി ലഭ്യമാവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി എത്ര ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംഭവത്തിൽ എത്ര കാര്യങ്ങൾ എത്ര വൈകിപ്പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ദേഹാസ്വാസ്ഥ്യം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള വിവരം നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ധന്യവാദം.